കണ്ണൂർ വിമാനത്താവള റൺവേ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് പ്രഖ്യാപിച്ച പാക്കേജിൽ നിന്ന് പിൻവലിയുന്നതായി പരാതി. ഭൂമി ഏറ്റെടുക്കലിന്റെ ഭാഗമായി വിളിച്ച ഹിയറിംഗ് പ്രദേശവാസികൾ ബഹിഷ്കരിച്ചു. പുനരധിവാസത്തിന് 10 സെന്റ് ഭൂമി വീതം കണ്ടെത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ നിലപാട് മാറ്റിയെന്നാരോപിച്ചാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. 2016 കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവള റൺവേ വികസനത്തിനായി കീഴല്ലൂർ വില്ലേജിലെ കാനാട്, കീഴല്ലൂർ പ്രദേശങ്ങളിൽ 245.32 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ ഉത്തരവിറക്കിയത്. കാർഷിക മേഖലയിലെ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ജീവനോപാധി നഷ്ടമാവുമെന്ന ആശങ്കയിൽ ഭൂവുടമകൾ ശക്തമായ പ്രതിഷേധമുയർത്തിയിരുന്നു. സർക്കാർ അംഗീകരിച്ച പ്രത്യേക പാക്കേജ് പ്രകാരം പുനരധിവാസവും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാക്കുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയതോടെയാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി പ്രദേശവാസികൾ സഹകരിച്ചത്. കുടിയൊഴിപ്പിക്കപ്പെടുന്ന 159 കുടുംബങ്ങൾക്ക് പുനരധിവാസത്തിനായി 10 സെന്റ് ഭൂമി വീതം നൽകുമെന്നായിരുന്നു അന്നത്തെ ഉറപ്പ്. ഇതിനായി കൂടാളി, കീഴല്ലൂർ വില്ലേജുകളിലായി 36.18 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്നാൽ ഈ പാക്കേജ് ഒഴിവാക്കി പുതിയ നിയമപ്രകാരമുള്ള വില നൽകി ഭൂമി ഏറ്റെടുക്കാനാണ് നീക്കമെന്ന് പ്രദേശവാസികൾ പറയുന്നു. നേരത്തെ 2008 വിമാനത്താവളത്തിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് കൊടുത്തിട്ടുള്ള അതേ പാക്കേജ് തന്നെ അനുവദിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പ്രദേശത്തുള്ള ഭൂവുടമകളെല്ലാം, വീട് നഷ്ടപ്പെടുന്ന ആളുകളെല്ലാം ഇതിന് തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഇപ്പം വന്ന് അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഇപ്പം പുതിയ നിയമപ്രകാരം ഇത് ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും നഷ്ടങ്ങളും നമ്മളെ വീട് നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉള്ളത്. പുതിയ നിയമപ്രകാരമുള്ള 9.6 ലക്ഷം രൂപയാണ് ഇതുവഴി പ്രദേശവാസികൾക്ക് ലഭിക്കുക. ഭൂമിയുടെ വിലയുയർന്ന സാഹചര്യത്തിൽ പുനരധിവാസത്തിന് പകരം ഭൂമി കണ്ടെത്താൻ ഈ തുക തികയില്ലെന്നാണ് പരാതി. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന ഹിയറിംഗ് പ്രദേശവാസികൾ ബഹിഷ്കരിച്ചു. കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് പുനരധിവാസത്തിനായി 10 സെന്റ് ഭൂമി അല്ലെങ്കിൽ 25 ലക്ഷം രൂപ അനുവദിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് മലയാളം, കണ്ണൂർ.